വന്നേ വാ അമ്മേ. ആഹാ എടുത്തി എല്ലാരും ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടേ. ഏട്ടത്തി ഒന്ന് വിളമ്പി കൊടുക്ക്. മാലതി വിളമ്പി കൊടുത്താ മതി. ദേ, അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അമ്മ ഒന്ന് ആഹാരം വിളമ്പി കൊടുക്ക്. അല്ലെങ്കിൽ ചേച്ചി കൂടി ഇരുന്നോ, ഞാൻ വിളമ്പി തരാം. വേണ്ട, ഞാൻ വിളമ്പിക്കോളാം. കുഞ്ഞെവിടെ മോളെ? ആ ഉറങ്ങി. മോളിരിക്കെ ചെല്ലേ. അമ്മേ, ഇന്ന് മീനാക്ഷി സ്പെഷ്യൽ ഒന്നും ഇല്ലേ? ആ മീനാക്ഷി സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട ആള് ദാ നിൽക്കുന്നു, നന്ദിനിടത്തി. നന്ദിനിടത്തേക്കാണെങ്കില് ഒന്നിനോട് ഒരു താല്പര്യമില്ല. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ മുതല് ഞാൻ നന്ദിനെ ശ്രദ്ധിക്കുക. ഇവക്ക് വല്ലാത്തൊരു ക്ഷീണം. എന്തു പറ്റി മോളെ? ഒന്നുമില്ല അമ്മ. മാലതി അതിങ്ങിത്താ. ആ ശരി ശരി ഓക്കെ. ആ എടാ, നീ ഇതെവിടെയായിരുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് ഹോം നേഴ്സ് വിളിക്കായിരുന്നു അമ്മേ. കാർത്തിക് സുഖമായിട്ടിരിക്കുന്നു. നമ്മളാരെങ്കിലും അങ്ങോട്ട് പോണോടാ? നമ്മുടെ ആരുടെ ആവശ്യം ഇപ്പൊ അവിടെ ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ അവനെ കാണാൻ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോവാമല്ലോ. ഞാൻ നാളെ പോവാ. പോയിക്കോട്ടെ മുത്തശ്ശി. ഇത് എന്ത് ചോദ്യാ മോളെ? മോക്ക് പൊയ്ക്കൂടെ? ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാനിപ്പോ ഓടി വന്നത്. അപ്പോഴാ ആ ഹോം നേഴ്സിന്റെ ഫോൺ വന്നത്. എന്താ മോനെ? അമ്മേ, എന്നൊരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാ. അയാളുടെ ഒരു സംശയവാ, കാളഹസ്തി വെച്ച് നമ്മുടെ അച്ഛനെ കണ്ടെന്ന്. ഈ കാളഹസ്തി എവിടെയാ? അത് കാളഹസ്തി എന്നും കാലഹസ്തി എന്നും പറയും. ശിവക്ഷേത്രവാ, തെലങ്കാന ബോർഡറില. എന്നാലും എന്നെ ഫോൺ ചെയ്യാൻ പോലും കൈമളേട്ട മറന്നു കളഞ്ഞല്ലോ.